നീ എനിക്ക് കൂടോത്രം ചെയ്തേക്കണല്ലേടാ. ഞാൻ അറിഞ്ഞടാ അല്ല, നിന്നെ നേരിട്ട് കാണാൻ തന്നെയാണ് കാണിച്ചാൽ ഞാൻ കൂടെ തന്നെയാണ്. എന്താണ് ഉസ്താദ്? നല്ല ഉസ്താദാണ്. ചുട്ട കോഴിനെ പറപ്പിക്കുന്നതാണ്. എടാ നീ അവിടെ ഉസ്താദെ, എൻ്റെ അനിയൻ 24 മണിക്കൂറും കളിയാണ്, ക്രിക്കറ്റും ഫുട്ബോളും. ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവരൊരിക്കലും ജോലിക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉസ്താദ് ചെയ്ത് എനിക്ക് തരണം. ഇയാളെ തൊട്ടുള്ള അനിയനാണ്. അനിയന് ക്രിക്കറ്റുകളുടെ ഭ്രാന്താണ്. അനിയന് റോട്ടിൽ കൂടി പോകുമ്പോ കല്ലും വെള്ളമൊക്കെ കിട്ടും. ബോൾ ചെയ്യണോ അവരെ കാണിച്ചു. ഗ്ലാസ് പൊട്ടിയനെ. വണ്ടിയിലെ ചില്ല ഇതൊക്കെ പൊട്ടിയിട്ട് ആൾക്കാർ വീട്ടിൽ വന്നിട്ട് പരാതിയാണ്. എന്തെങ്കിലും ഒരു വഴി കാട്ടി പ്രശ്നം. ഓനെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അവനെ കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓന്റെ ഫോട്ടോ ഉണ്ടാ? ഫോട്ടോ കാണിച്ചു. ഇതാണല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? ഇവനറിയാം, ഇവൻ കളിക്കും. ഞാൻ ചെറുതായിട്ട് ഇതിനറിയാം. എന്നാൽ നമുക്ക് ശരിയാക്കാം. നമ്മളതിനോടല്ലേ കളിക്കാം. ഇജിനെ അവർ കളിക്കുന്ന ആൾക്കാരറിയാമല്ലോ. അവിടെ എതിർ ടീമിൽ പോയിട്ട് ചേരണം. അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓനെ അങ്ങോട്ട് നിങ്ങൾ അടിക്കുന്ന ബോൾ വെച്ചിട്ട് 6ഉം 4ഒക്കെ അടിച്ച് അവനെ ഒന്ന് തോപ്പിക്കണം. അപ്പോൾ മാനസികമായിട്ട് അവൻ എന്ത് ചെയ്യും? ഒന്ന് തറന്നു. അതല്ലാതെ വേറെ പണിയില്ല. പിന്നെ നമ്മൾ അറിയാം, നമ്മളൊരു ബസ് ചെയ്ത് തരാം. ആ ബസ് ചെയ്ത് കലക്കി അവനിക്ക് രാവിലെ രാത്രി കൊടുക്കണം. അതും കൂടി ചെയ്താൽ ഓക്കെയോ? ഇത് പറഞ്ഞു വരെ കൊടുത്തു കേട്ടോ. അല്ല അത് ഇരിക്കട്ടെ. സന്തോഷം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അനിയനായിട്ടാണോ വന്നിരിക്കുന്നത്? ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യം ചിലപ്പോ എല്ലാം ശരിയായല്ലേ? മറ്റാളെന്തേ? ഇവൻ ശരിയായി. അപ്പൊ മറ്റേ ആളെ പ്രശ്നം രാത്രി പകലൊക്കെ ക്രിക്കറ്റ് കളിയാണ്. നല്ല ചെറുപ്പക്കാരനാണ്. ഇനി എന്താ ചെയ്യാ സാർ? എടാ ഫാസ്റ്റ് ചെയ്യടാ. ബോൾ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് പറപ്പിക്കാൻ പോകണം. ഓന്റെ ശരീരത്ത് ഇതിലും വലിയ സാധനം കയറിയിരിക്കുന്നത്. പേടിക്കണ്ട, നമുക്കിത് ശരിയാക്കാം.